ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വാഴ പിരിച്ച് നടലാണ്. ചേട്ടന് 2 വാഴ ഇവിടുന്ന് ആരോ കൊടുത്തു. അത് അപ്പുറത്ത് നടാൻ പറഞ്ഞപ്പോൾ തുളസിത്തറ മാതിരി കയറി വരുന്നിടത്ത് സെൻറ്റർ നോക്കിയിട്ട് അതുകൊണ്ട് അങ്ങടുത്തൊരു സ്ഥലമുണ്ട്, ഇങ്ങടുത്ത നടു സെൻറ്ററിൽ വാഴ നട്ടിരിക്കണം എൻ്റെ ചേട്ടൻ. അപ്പുറത്ത് നടാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളത് പറിച്ച് നടലാണ് കേട്ടോ. അത് കാണാം. രണ്ട് മാസമായി ഇത് നട്ടിട്ട്. തെങ്ങ് നടണ മാതിരി നട്ടാണ്. എത്ര കുഴിച്ചിട്ടും വരുന്നില്ല. ഇനി ഞാൻ എന്തോരം കുഴിക്കണം. എൻ്റെ മക്കളെ എത്ര കുത്തിയിട്ടും വരുന്നില്ല. തെങ്ങ് നടണ മാതിരി ശരിക്കും നട്ടേക്കണേ. എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണില്ല. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് പറിക്കാന്ന് പറിക്കാനായിട്ട് വിളിച്ചപ്പോൾ ആൾ വരുന്നില്ല. 2 മാസമായി ഇതോടെ വെച്ചിട്ട്. നല്ല വെയിൽ മുറുകിപ്പോയി. ഞാനിനി കഷ്ടപ്പെടണം. ഇനി വലിച്ചു നോക്കട്ടെ. അയ്യോ വന്നുട്ടാ. നമുക്ക് നമ്മുടെ വാഴേനെ പറിച്ച് നമ്മളിന്നിപ്പോൾ ഇവിടെ വെക്കട്ടെ. ഇവിടെ എൻ്റെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ വെക്കാൻ പറഞ്ഞതാണ്. കണ്ട 3 വാഴ. ഇതവിടെ നാട് റോട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്ക്, വണ്ടിയിടാനുള്ള സ്ഥലത്ത്. നടുവാണ്, നട്ടു. മണ്ണിടാണ്. കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. കൈ എഴുതാലോ. അയ്യോ, പറഞ്ഞത് കേൾക്കാണ്ട് ആണുങ്ങളെ എന്താ ചെയ്യുക? മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടെങ്കിൽ ഇന്നെത്ര നായമാരിക്ക് അതിക്കണം. ആദ്യം കുഴി കുത്തി വെച്ചോ, എന്നിട്ട് സ്പ്രേ അടിച്ച് പോയിട്ട് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുക? കണ്ട എൻ്റെ വാഴ വെള്ളം അടിക്കില്ല വരെ, ഞാൻ തന്നെ അടിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങളെന്നെ കുറച്ചൊക്കെ കാണിച്ചുള്ളൂ. പക്ഷെ ഞാനിത് കുറേ കഷ്ടപ്പെട്ടു. ഈ കിണറിൻ്റെ ഭാഗത്തൂടെ വെച്ചാലേ മോട്ടർ ഓവർഫ്ലോ ആകുമ്പോൾ ആ വെള്ളം ഇതിന് കിട്ടും. അപ്പോൾ ഇതിന് വേറെ വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ വയ്ക്കുമെന്ന്. ഇവിടെ വയ്ക്കുകയെന്ന് പറഞ്ഞാൽ അവരവിടെ വയ്ക്കും. തെക്കോട്ട് പോകും, അങ്ങനെ വടക്കോട്ട് പോകും. നിങ്ങളെല്ലാവരും ചോദിക്കില്ല എവിടെ ചേട്ടൻ വിളിച്ച വരില്ല. ഞാനിപ്പോൾ എത്ര കെഞ്ചിന്നറിയോ, എന്നിട്ട് ആൾ വന്നില്ല. അപ്പോൾ ഓക്കെ ഏട്ടാ, ഇതാണ് കേട്ടോ ഇന്നത്തെ വാഴ.